അമ്മേ അമ്മേ നിങ്ങൾ വന്നേ. എന്താ മോളെ? അമ്മ ഈ വാർത്ത ഉണ്ടോ? അനധികൃത നിർമ്മാണം നടത്തിയ കെട്ടിടത്തിന് അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥനായ ബാലചന്ദ്രനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇത് 3ാം തവണയാണ് ബാലചന്ദ്രനെ സസ്പെൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. ഞാൻ അച്ഛനെ വിളിച്ചു നോക്കിയാലോ അമ്മേ? എന്തിനാ മോളെ? ഫോൺ എടുക്കില്ല, ഒരു ഫലവും ഉണ്ടാവില്ല. മോളൊരു കാര്യം ചെയ്, അപ്പച്ചിയെ വിളിച്ചു പറ. ആ മോളെ. ഹലോ, അപ്പച്ചിയാണോ? അപ്പച്ചി ഇന്നത്തെ പത്രം കണ്ടായിരുന്നോ? അച്ഛനെ സസ്പെൻഡ് ചെയ്തെന്ന വാർത്ത വന്നിട്ടുണ്ട്. വലിയ ന്യൂസാ. ഓ ദൈവമേ, ഈ കൊച്ചാട്ടന്റെ ഒരു കാര്യം എന്തോ ചെയ്യാനാ? ഏതോ കോൺട്രാക്ടർക്ക് വേണ്ടി കെട്ടിടത്തിന് അനുമതി കൊടുത്തതിന്റെ പേരില. ആ മോളെ, കൊച്ചാട്ടനെ ഞാനൊന്ന് വിളിക്കാം. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അപ്പച്ചി അറിയിക്കണേ മോളെ. പിന്നെ അമ്മയോട് പറ സമാധാനമായിട്ടിരിക്കാൻ. എല്ലാം ശരിയാവും മോളെ, എല്ലാം ശരിയാവും. കാലദോഷത്തിന്റെ ഓരോ കാര്യങ്ങളാ. നമ്മൾ പ്രാർത്ഥനയോടിരിക്കാം മോളെ. വിഷമിക്കണ്ട മോളെ. അമ്മയെ നീ സമാധാനിപ്പിക്കണം. നീ ഒന്ന് ആലോചിക്കണം. അമ്മയെ സമാധാനിപ്പിക്കാൻ നീയേ ഉള്ളു കേട്ടാ. സന്തോഷമായിട്ടിരിക്കും മോളെ. എല്ലാം ശരിയാവും മോളെ, എല്ലാം ശരിയാവും. അപ്പച്ചിയുടെ പ്രാർത്ഥന ഉണ്ട് മോളെ കേട്ടാ. ഓ അതൊക്കെ കേട്ടതൊക്കെ ശരി തന്നെയാണ്. ഓ ഇനി വരുന്ന പോലെ വരണം. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂ? ഓ അളിയനടുത്തൊന്നും പറയാൻ പോയില്ല. അവന്റെയൊക്കെ ചാട കടന്നെന്തിനാ? വേറെ പണി വാ. ഇനി ഒരാള് വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. വിളിക്കാണോ? അതെ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് നേരിടാം. ഓ ശരി. സാറിന്റെ കാര്യം പത്രം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ആരോ പരാതി കൊടുത്ത അതാ ഇത്രയും പ്രശ്നമായത്. ചാനലിലെല്ലാം കാണിച്ചു തുടങ്ങി. ഇവിടെ ചാനലുകാർക്ക് ഒരു കോള് കിട്ടിയത്. അവരങ്ങ് ആഘോഷിക്കട്ടെ, അവരങ്ങ് ആഘോഷിക്കട്ടെ. ആ കോൺട്രാക്ട് ഹണി വിളിച്ചായിരുന്നു. പോടെ ഇനി എങ്ങാണ് അവന്മാര് വിളിക്കൂ. ഹണിയോടെ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഉടനെ കെട്ടുന്നത് നമ്പർ ഇട്ടിട്ട് പതുക്കെ കെട്ടിയാ പോരെ. അപ്പൊ അയാൾക്ക് വെറുതെയായി അനുഭവിക്കേണ്ടത് ഞാൻ. പരാതി കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. യൂണിയൻ നേതാവിനെ ഒന്ന് വിളിക്കണേ. പ്രശ്നം കൂടുതൽ വഷളാവുന്നതിന് മുമ്പേ അത് പരിഹരിക്കാൻ നോക്കണം. ഇനിയൊന്നും അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു.